അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഷെയ്ഖ് സിരിയു സിക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഷാമിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഒരു സൂഫിയെ സംബന്ധിച്ച് കേൾക്കാനിടയായി. സന്ദർശിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ഇരുന്ന് കരയുകയാണ്. ഞാൻ സലാം ചൊല്ലിയ ശേഷം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനെങ്ങനെ കരയാതിരിക്കും? രാജവീതി തെളിഞ്ഞു കിടക്കുന്നു, പക്ഷേ ആളുകൾ വളഞ്ഞ വഴിയിലൂടെ മാത്രമേ നടക്കുന്നുള്ളൂ. സത്യത്തിൻ്റെ അടയാളങ്ങൾ പോലും മാഞ്ഞു പോയിരിക്കുന്നു. ഇതിന് കാരണം മറ്റൊന്നുമല്ല, നേരം കൊല്ലികളായ ചില മനുഷ്യർ പ്രസംഗിക്കുന്നു, പക്ഷേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കുറുക്കു വഴികൾ അന്വേഷിക്കുകയാണവർ. ദുർവ്യാഖ്യാനത്തിൻ്റെ ഊഞ്ഞാലുകൾ പാപങ്ങളുടെ കൊമ്പുകളിന്മേൽ കെട്ടി അതിൽ കിടന്നാടുകയാണവർ. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു അട്ടഹാസം മുഴക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങൾ ക്ഷണികമായ ഭൗതിക സുഖങ്ങളിൽ മുഴുകുന്നതെങ്ങനെ? പാരത്രിക ചിന്ത കുറ്റിയേറ്റു പോയതെങ്ങനെ? പണ്ഡിതന്മാരുണ്ടാക്കുന്ന കുഴപ്പം മഹാഭീകരം തന്നെ. പാമരന്മാർ വീണ് കിടക്കുന്ന കുഴി അഗാധം തന്നെ. നിസ്വാർത്ഥരായ ജ്ഞാനികൾ ഇന്നെവിടെ? പരിശുദ്ധരായ ത്യാഗികൾ എവിടെ? കഷ്ടം, കഷ്ടം. പിന്നെ അദ്ദേഹം കരയാൻ തുടങ്ങി. ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞു, പോകൂ, നിങ്ങൾ എൻ്റെ തീയിൽ എണ്ണ ഒഴിക്കുന്നവരാണ്, കത്തുന്ന പുരയുടെ കഴുക്കോലൂരാൻ വന്നവരാണ്. വേണ്ട, നിങ്ങളെ എനിക്ക് കാണണ്ട. തെക്കുവ ചെയ്യാത്തവൻ ജനങ്ങളോടിതാ തെക്കുവ ചെയ്യാൻ ഉപദേശിക്കുന്നു. രോഗിയായ വൈദ്യൻ ചികിത്സിക്കാൻ നടക്കുന്നു. കഷ്ടം. ഷെയ്ഖ് സിരിയു സിക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ അദ്ദേഹം ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി. അവസാനം ഭൂമി കുലുങ്ങുന്ന വിധത്തിൽ ഒരു ഭയങ്കര ഗർജനം അദ്ദേഹം മുഴക്കി. അതോടെ നിലംപതിച്ചു. ഞങ്ങൾ സ്തബ്ധരായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ശ്വാസം അതോടെ നിലച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇമാം അബ്ദുല്ലാഹി രാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു സൂഫി വര്യൻ തൻ്റെ ഒരു സ്വപ്ന കഥ എന്നോട് പറഞ്ഞു. അത് ഇപ്രകാരമായിരുന്നു: ഇന്നലെ രാത്രി ഞാൻ മദീനയിൽ റൗള ഷരീഫ് സന്ദർശിച്ചതായി സ്വപ്നം കണ്ടു. 9 ആരിഫീങ്ങൾ അപ്പോൾ റൗളയിലുണ്ടായിരുന്നു. സിയാറത്ത് ചെയ്ത ശേഷം അവർ 9 പേരും പുറത്തിറങ്ങി. ഞാനും അവരെ പിന്തുടർന്നു. അല്പം മുന്നോട്ട് നീങ്ങിയ ശേഷം 9 പേരിൽ ഒരാൾ തിരിഞ്ഞു നോക്കി. എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, താങ്കൾ എങ്ങോട്ടേക്കാണ്? ഞാൻ പറഞ്ഞു, നിങ്ങളെ അനുഗമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, വേണ്ട, തിരിച്ചു പോകണം. ഞങ്ങളെ പിന്തുടരാൻ താങ്കൾക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് 40 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഒരുപക്ഷെ അള്ളാഹു അയാളോട് കരുണ കാണിച്ചേക്കും. അവർ നടന്നു. ഞാൻ അനുഗമിച്ചു. ഓരോ കാലടികൾ എടുത്തു വെക്കുമ്പോഴും വലിച്ചു നീട്ടിയ റബ്ബർ ചുരുങ്ങുന്നത് പോലെ ഭൂമി ചുരുങ്ങുന്നത് ഞാൻ കണ്ടു. ഏതാനും കാലടികൾ എടുത്തു വെച്ചപ്പോഴേക്കും ഞങ്ങൾ വിദേശത്തുള്ള ഒരു വിശേഷപ്പെട്ട തോട്ടത്തിലെത്തി. അവിടെ പലതരം സുഗന്ധ കുസുമങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു. അവയുടെ സൗരഭ്യത്താൽ ഹൃദയം പുളകമണിഞ്ഞു. വിശിഷ്ടമായ പലതരം പഴങ്ങൾ പഴുത്തു തൂങ്ങിക്കിടക്കുന്നു. അവ കണ്ട് കണ്ണും കരളും കുളിർത്തു. ആരിഫ്യങ്ങൾ 9 പേരും പഴങ്ങൾ ചിലത് പറിച്ചു തിന്നുകൊണ്ടിരുന്നു. കയ്യെത്താവുന്നിടത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു ആപ്പിൾ ഞാനും പറിച്ചു തിന്നു. എന്തൊരു മധുരം, എന്തൊരു ആസ്വാദ്യത! ഞാൻ കുറേ പഴങ്ങൾ പറിച്ച് മുണ്ടിൽ കെട്ടി. ആരും എതിർത്തൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, ഏതാണ് ഈ തോട്ടം?
അവർ പറഞ്ഞു, ഇത് ആരിഫ്യങ്ങളുടെ തോട്ടമാണ്, ഞങ്ങളുടെ വിശ്രമ സങ്കേതമാണിത്. 40 വയസ്സിൽ കുറഞ്ഞവരാരും ഇതുവരെ ഈ തോട്ടത്തിൽ കടന്നിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ താങ്കളുടെ സഹോദരിയോട് ചോദിച്ചാൽ അറിയാം. ഞാൻ ചോദിച്ചു, എൻ്റെ സഹോദരിയോ? അവളും ഈ തോട്ടവും തമ്മിൽ എന്താണ് ബന്ധം? അത് അവളോട് തന്നെ ചോദിച്ചു നോക്കൂ എന്നായിരുന്നു മറുപടി. ഞാൻ ഉടനെ ഞെട്ടിയുണർന്നു. നോക്കുമ്പോൾ എൻ്റെ പായയുടെ ഒരു മൂലയിൽ കുറേ ആപ്പിളുകൾ മുണ്ടിൽ പൊതിഞ്ഞ നിലയിൽ ഇരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ട് മിഴിച്ചു നിന്നു. ഞാൻ സ്വപ്നമല്ലേ കണ്ടത്? പിന്നെ എങ്ങനെ ഈ ആപ്പിൾ ഇവിടെ വന്നു? ചിന്താമഗ്നനായി മിഴിച്ചു നിൽക്കുമ്പോൾ അടുത്ത മുറിയിൽ നിന്ന് നിസ്കരിച്ചിരുന്ന സഹോദരി കടന്നു വന്ന് ചോദിക്കുകയാണ്, നാണമില്ലാതെ ഈ ആപ്പിളുകൾ പറിച്ച് മുണ്ടിൽ കെട്ടി കൊണ്ടുവന്നത് എന്തിന്? അത്ഭുതത്തോടെ ഞാൻ ചോദിച്ചു, ഞാൻ സ്വപ്നം കണ്ടതല്ലേ? അപ്പം സഹോദരി പറയുകയാണ്, ഈ ദുനിയാവ് തന്നെ ഒരു സ്വപ്നമല്ലേ, പിന്നെ ഇത് മാത്രം സ്വപ്നവും ബാക്കിയുള്ളതെല്ലാം യാഥാർത്ഥ്യവുമാകുന്നത് എങ്ങനെ? പകൽ മുഴുവൻ വ്രതമനുഷ്ഠിക്കുകയും രാത്രി ഏറെ നേരം നിന്ന് നിസ്കരിക്കുകയും ചെയ്യാറുള്ള എൻ്റെ പെങ്ങൾ ആരാണെന്ന് അപ്പോൾ മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പഴങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ പെങ്ങൾ പറഞ്ഞു, ഇത് നമുക്ക് തിന്നാൻ പാടില്ല, നാളെ ദാനം ചെയ്യാം. ഇമാം അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഷെയ്ഖ് സിരിയു സിക്തി റളിയല്ലാഹു അൻഹുവിന് ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഒരു ശിഷ്യ. അവളുടെ ഒരു മകൻ ഓത്തുപള്ളിയിൽ പഠിച്ചിരുന്നു. ഒരു ദിവസം മദ്രസയിലെ ഉസ്താദ് ആ കുട്ടിയോട് അടുത്ത വീട്ടിൽ പോയി ഒരു അമ്മിക്കുഴ വാങ്ങിക്കൊണ്ടുവരാൻ കൽപ്പിച്ചു. കുട്ടി ഒരു കുളത്തിൻ്റെ സമീപത്തുകൂടെയാണ് പോയത്. അബദ്ധത്തിൽ കാലുവഴുതിയ കുളത്തിൽ വീണു. കുട്ടിയെ കാണാതെ മുഅല്ലിം തിരഞ്ഞു നടന്നു. അവസാനം കുളത്തിൽ കുട്ടിയുടെ മയ്യത്താണ് കണ്ടെത്തുന്നത്. അദ്ദേഹം ഭയത്തോടെ തൻ്റെ ഷെയ്ഖായ സിരിയു സിക്തി തങ്ങളുടെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞു. ഷെയ്ഖ് അവറുകളുടെ സന്നിധിയിൽ അപ്പോൾ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടായിരുന്നു. അവർ രണ്ടുപേരും മുഅല്ലിമിനോട് പറഞ്ഞു, വരൂ നമുക്ക് കുട്ടിയുടെ ഉമ്മയെ ചെന്ന് കണ്ട് സമാശ്വസിപ്പിക്കാം. അവർ 3 പേരും കൂടി കുട്ടിയുടെ ഉമ്മയെ സമീപിച്ചു. ഷെയ്ഖ് സിരിയിൻ്റെ ശിഷ്യയാണ് കുട്ടിയുടെ ഉമ്മയെന്ന് മുമ്പ് പറഞ്ഞല്ലോ. തസവുഫിൽ ഉന്നത പദവി പ്രാപിച്ച മഹദിയായിരുന്നു അവർ. അവരോട് ഷെയ്ഖ് അവറുകൾ ക്ഷമയുടെ പ്രാധാന്യം വിവരിച്ചു കൊടുത്തു. അവർ ചോദിച്ചു, എന്താണിപ്പോൾ പെട്ടെന്ന് വന്ന് ക്ഷമ ഉപദേശിക്കാൻ കാരണം? ഷെയ്ഖ് അവറുകൾ കാര്യം പറഞ്ഞു. ഭവതിയുടെ കുട്ടി കുളത്തിൽ വീണ് മരിച്ചുപോയി. ഇത് കേട്ടപ്പോൾ മഹദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, അള്ളാഹു എനിക്ക് മുൻകൂട്ടി വിവരം തരാതെ യാതൊരു ദുരിതത്തിലും എന്നെ അകപ്പെടുത്തുകയില്ല. ഷെയ്ഖ് പറഞ്ഞു, എന്തായാലും കുട്ടി മരിച്ചു കഴിഞ്ഞു. ഷെയ്ഖ് ജുനൈദ് റളിയല്ലാഹു അൻഹു ഈ സംഗതി മഹദിയെ ധൈര്യപ്പെടുത്തി. പക്ഷേ അവരത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അള്ളാഹു അങ്ങനെ ചെയ്യുകയില്ല എന്ന വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും 2 ഷെയ്ഖുമാരോടും ആ കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ഷെയ്ഖുമാർ പറഞ്ഞു, എങ്കിൽ വരൂ, കുട്ടിയുടെ മയ്യത്ത് കാണിച്ചു തരാം. അവർ 3 പേരും കൂടി മഹദിയോടൊപ്പം ആ കുളത്തിൻകരയിലെത്തി. മഹദി ചോദിച്ചു, ഈ കുളത്തിലാണോ എൻ്റെ മകൻ വീണത്? അതെ എന്ന് കേട്ട ഉടനെ മഹദി പറഞ്ഞു, എൻ്റെ മകനെ, അല്ലയോ മുഹമ്മദേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്ത് അത്ഭുതം! കാണികളെയെല്ലാം വിസ്മയത്തിൽ ആറാടിച്ചുകൊണ്ട് കുളി കഴിഞ്ഞ് കയറി വരുന്ന ഒരാളെ പോലെ കുട്ടി കുളത്തിൽ നിന്നും യാതൊരു പരിക്കും കൂടാതെ കയറി വന്നു. എന്നിട്ട് ഉമ്മയുടെ കൈപിടിച്ച് പുഞ്ചിരി തൂകി മഹദിയുടെ ഷെയ്ഖായ ഷെയ്ഖ് സിരിയു സിക്തി റളിയല്ലാഹു അൻഹു ഷെയ്ഖ് ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ രഹസ്യം? എൻ്റെ ശിഷ്യ എന്നെ കവച്ചു വെച്ചിരിക്കുന്നുവല്ലോ. ഷെയ്ഖ് ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തൈ ചിലപ്പോൾ തള്ളവൃക്ഷത്തേക്കാൾ വളരുകയും കൂടുതൽ പഴം കായ്ക്കുകയും ചെയ്യാറുണ്ട്. അതിൽ അത്ഭുതമില്ല. അതിലടങ്ങിയ രഹസ്യം ഇതാണ്. മഅരിഫത്തിൻ്റെ അത്യുന്നത പടവ് പിന്നിട്ട ആരിഫീങ്ങൾ അറിയാതെ പ്രപഞ്ചത്തിലൊന്നും നടക്കുന്നില്ല. അഥവാ രഹസ്യങ്ങളുടെ തിരശ്ശീല അവരിൽ നിന്ന് നീങ്ങിയ അവസ്ഥയിൽ അള്ളാഹു അവരെ അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യുകയില്ല. താങ്കളുടെ ശിഷ്യ ആ പദവിയിലെത്തിയത് താങ്കൾ അറിഞ്ഞില്ല. കാരണം താങ്കൾ അതിൻ്റെ താഴെയുള്ള പടവിലാണ് നിൽക്കുന്നത്. ഇത് കേട്ട് സിരിയു സിക്തി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യയെ അഭിനന്ദിച്ചു. മഹദി അപ്പോൾ പറഞ്ഞു, അല്ലയോ ഗുരു, ഞാൻ അഭിനന്ദനം അർഹിക്കുന്നില്ല. കാരണം എൻ്റെ കയ്യിലുള്ള വെളിച്ചം അങ്ങയുടെ വിളക്കിൽ നിന്ന് കത്തിച്ചെടുത്തതാണല്ലോ. അപ്പോൾ പുഞ്ചിരിയോടെ ഷെയ്ഖ് സിരി തങ്ങൾ പ്രതിവേദിച്ചു, പക്ഷേ വിളക്കിൽ നിന്ന് കത്തിച്ചെടുത്തത്
പന്തമാണെന്ന് ഇപ്പോൾ മാത്രമല്ലേ ഞാൻ അറിഞ്ഞത്. കഠിനമായ അധ്വാനത്തിലൂടെ ചിലർ കാലത്തിൻ്റെ രാജാക്കന്മാരായി മാറുന്നു. അതാണ് ഇവിടെ കണ്ടത്. അള്ളാഹു മഹത്തുക്കളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.